ലൈംഗിക ആരോപണ വിവാദത്തിൽ മുകേഷിനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിമർശനം. മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റം അവമതിപ്പുണ്ടാക്കി എന്ന് സംസ്ഥാന ഘടകം വിലയിരുത്തുന്നു. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് നീക്കം. പാർട്ടിക്ക് ഒരു തീരുമാനവും കേന്ദ്രമന്ത്രിക്ക് മറിച്ചൊന്നും എന്ന രീതിയിലാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ പോക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നത് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയിലാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും കെ സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി. നിലപാട് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അല്ല, അവസാനം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം അല്ലല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞു, പക്ഷേ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരും കുറച്ച് ശ്രദ്ധിക്കണം, കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു, പിന്നെ വീണ്ടും നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു നേരത്തെയും സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന ഘടകം രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിന് വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു കാരണം. ഇതുമൂലം കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടായെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ചിരുന്ന കൃഷ്ണദാസ് പക്ഷവും നിലവിൽ കൂടെയില്ല എന്നതാണ് ശ്രദ്ധേയം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ചെറുതല്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിന് പിന്നാലെ ആ നിലപാടിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോൾ ഇന്ന് സുരേഷ് ഗോപി ഡൽഹിയിലുണ്ടായിരുന്നു. ആ നിലപാടിൽ തൻ്റെ നിലപാട് സംസ്ഥാന ബി.ജെ.പി അല്ലെങ്കിൽ കേന്ദ്ര ബി.ജെ.പിയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊരു തിരുത്തലോ വ്യക്തതയോ വരുത്താൻ സുരേഷ് ഗോപി തയ്യാറുമല്ല. അദ്ദേഹം മുകേഷിനൊപ്പം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യം മാധ്യമങ്ങളോട് അദ്ദേഹം പല രൂപത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കാണേണ്ടതുമാണ്.